അധികമാരും ശ്രദ്ധിക്കാത്ത ചെറിയൊരു വേഷത്തിലൂടെയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെ ഇദ്ദേഹം മലയാളം സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളാണ് ഇദ്ദേഹം ചെയ്തത്. കൂട്ടുകാരുടെ കൂടെ എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂടെ നിന്ന മായൻകുട്ടിയെയും അപ്പക്കുട്ടനെയും അങ്ങനെയൊന്നും പ്രേക്ഷകർ മറക്കില്ല. മാത്രമല്ല, ഒരിക്കലെങ്കിലും ജഗദീഷിന്റെ നർമ്മ സംഭാഷണങ്ങൾ ഉപയോഗിക്കാത്തവരായും ആരും ഉണ്ടാകില്ല. ജഗദീഷ് അനശ്വരമാക്കിയ ഒട്ടേറെ കോമഡി വേഷങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. കാലങ്ങളായി ഹാസ്യ കഥാപാത്രങ്ങളാണ് കൂടുതലായി ജഗദീഷ് എന്ന കലാകാരൻ കൈകാര്യം ചെയ്തിരുന്നത് എങ്കിലും 2024 ആയപ്പോഴേക്കും താരം തന്റെ പതിവ് ട്രാക്കിൽ നിന്ന് മാറി സഞ്ചരിച്ച് ഈ വർഷം തന്നത് മികച്ച ഹിറ്റുകൾ തന്നെയാണ്. നിസ്സംശയം പറയാം, ജഗദീഷ് തന്നെയാണ് ഹിറ്റ് മേക്കർ ഓഫ് 2024. 2016 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീല എന്ന സിനിമയിലെ തങ്കപ്പൻ നായർ ജഗദീഷിന്റെ വേറിട്ട അഭിനയമുഖമാണ് സ്ക്രീനിൽ കാണിച്ചത്. മായൻകുട്ടിയായും അപ്പുക്കുട്ടനായും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞാടിയിരുന്ന ജഗദീഷിനെ ചിലപ്പോൾ പ്രേക്ഷകർ ആദ്യമായി വെറുത്തതും ഈ കഥാപാത്രത്തിലൂടെയാകും. സ്വന്തം മകളെ മദ്യലഹരിയിൽ മാനഭംഗപ്പെടുത്തുന്ന ഒരച്ഛന്റെ കഥാപാത്രമായിരുന്നു അത്. അതിനുശേഷം കാര്യമായ തുടർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും 2022, 2023 വർഷങ്ങളിൽ ജഗദീഷ് എന്ന നടന്റെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷനാണ് കാണാൻ സാധിച്ചത്. റൊഷാക്കിലെയും പുരുഷപ്രേതത്തിലെയും പോലീസ് വേഷങ്ങൾ ഒരേ സമയം റഫ്നെസ്സും നെഗറ്റീവ് ഷെയ്ഡും ഉള്ളതായിരുന്നു. പൃഥ്വിരാജ് നായകനായി എത്തിയ കാപ്പയിലും ഒരു വ്യത്യസ്ത വേഷത്തിലാണ് ജഗദീഷ് എത്തിയത്. കൂടാതെ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിലും മികച്ച പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. പിന്നീട് താരത്തെ കണ്ടത് ഫാലിമിയിലും നേരിലും വാഴയിലും അച്ഛൻ കഥാപാത്രങ്ങളിലൂടെയാണ്. മകൾക്ക് നീതി ലഭിക്കുന്നതിനായി ഏതറ്റം വരെയും പോകാനൊരുങ്ങിയ മുഹമ്മദ് എന്ന അച്ഛൻ കഥാപാത്രവും ഉത്തരവാദിത്തമില്ലാത്ത മക്കളുമായി ആത്മബന്ധമില്ലാത്ത അച്ഛൻ കഥാപാത്രവുമായ ചന്ദ്രനും സ്ക്രീനിൽ നിറഞ്ഞാടി. കൂടാതെ മിഥുൻ മാനുവൽ തോമസ് ജയറാം കൂട്ടുകെട്ടിലൊരുങ്ങിയ എബ്രഹാം ഓസ്ലറിലും മികച്ചൊരു റോളാണ് ഇദ്ദേഹം ചെയ്തത്. വേറിട്ട വേഷപ്പകർച്ചയിൽ ജഗദീഷ് പ്രത്യക്ഷപ്പെട്ട ചിത്രമായിരുന്നു ആസിഫലി നായകനായി എത്തിയ കിഷ്കിന്ധാകാന്ഡം. ചിത്രത്തിലെ സുമാദത്തൻ എന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ARM, ഗുരുവായൂരമ്പല നടയിൽ, ഹലോ മമ്മി തുടങ്ങിയ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചുവെങ്കിലും മലയാളി പ്രേക്ഷകർ ആദ്യമായി ജഗദീഷിനെ ഒരു പക്കാ വില്ലനായി കാണുന്നത് ഹനീഫ് അദേനിയുടെ മാർക്കോയിലൂടെയായിരിക്കും. ചിത്രത്തിലെ ക്രൂരനായ ടോണി എന്ന കഥാപാത്രം ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് ചിത്രത്തിലെ തന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഹിന്റുകളും ഹൈപ്പുകളും ജഗദീഷ് പല ഇന്റർവ്യൂകളിലും തന്നിരുന്നു. ഈ ഹൈപ്പുകളോട് 100% നീതി പുലർത്തുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ചിത്രത്തിലേത്. മാത്രവുമല്ല, ഇക്കൊല്ലം ജഗദീഷ് തൊട്ടതെല്ലാം പൊന്നാക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി കോമഡി റോളുകളിൽ മാത്രം നിന്നിരുന്ന ഇന്ദ്രൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ മറ്റു താരങ്ങളുടെ വേറിട്ട മുഖങ്ങളായിരുന്നു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കണ്ടത്. ഈ വർഷം അത് ജഗദീഷിലൂടെയായിരുന്നു.